17ാമത്തെ വയസ്സിലാണ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ ചടങ്ങ് കാണേണ്ടി വന്നത്. ഞങ്ങളെ അവര് ഇങ്ങനെ പുറത്ത് നിന്നാൽ പോലീസ് പിടിക്കുന്ന പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവർ കൂട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ ശരിക്കും പേടിച്ചു, ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നിശബ്ദത, ഒന്നും കേൾക്കാനില്ല. വലിയ കുഴി വെട്ട ഒരു വലിയ ഖബർ ഒരുക്കാണ്. സ്ത്രീ ഇരുന്നിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ തിളപ്പിക്കുന്നുണ്ട് ഒരടുപ്പിൽ, ഒരാള് കത്തി ഇങ്ങനെ പഴുപ്പിക്കുന്നുണ്ട്, മുട്ടുകാലി ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കിടത്തുന്നുണ്ട്, അവരുടെ കൈ രണ്ട് പുറകോട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, മുറുക്കി കെട്ടിയിട്ടുണ്ട്. അത് ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നിസാർ ഇൽത്തുമിഷ്, ഓതറാണ്. അഗർത്ത, നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ, കൊമ്മക്കയം. ഇപ്പോൾ റീസെൻ്റ്ലി ദായമക്കയാണ് ലോഞ്ച് ആകാൻ പോകുന്നത്. ഇതേ പുസ്തകം തന്നെയാണ് സിനിമയാകാൻ പോകുന്നത്. അപ്പോൾ ദായമക്കൈ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും അവസാനത്തെ ദായമക്കൈ ആവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പുസ്തകം ഞാൻ എഴുതിയത്. കാരണം നിങ്ങളിൽ ആരെങ്കിലും ദായമക്കൈ എന്ന് പറഞ്ഞ ചടങ്ങ് നേരിട്ട് കാണുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ട്രോമ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളെ പിന്തുടരും. അത്രയും ഭീകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ദായമക്കൈ. എൻ്റെ ഒരു 17ാമത്തെ വയസ്സിലാണ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ ചടങ്ങ് കാണേണ്ടി വന്നത്. അത് ഞാൻ എൻ്റെ വിൽഫുള്ളി അത് പോയി കണ്ടതൊന്നുമല്ല. ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ നാട് വിട്ട് പോയതാണ്. +2 പഠിക്കുന്ന സമയത്ത് ചെന്നൈയിലെത്തിയ സമയത്ത് അവിചാരിതമായിട്ടാണ് 2 ട്രാൻസ്ജെൻഡേഴ്സ്, അന്ന് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന പദം പോലും ഇല്ല, ഹിജടകൾ എന്നായിരുന്നു നമ്മൾ അവർ വിളിക്കുക. അന്ന് ഈ പറഞ്ഞ പോലെ കോസ്മെറ്റിക് സർജറിയോ കാര്യങ്ങളൊന്നുമില്ല. വലിയ കുറ്റിത്താടി, അതിൻ്റെ മുകളിൽ കട്ടയ്ക്ക് റോസ് പൗഡർ ഇട്ട് വലിയ പൊട്ട് തൊട്ട് പൂക്കളൊക്കെ വെച്ചിട്ട് അർദ്ധരാത്രിയിൽ 2 പേര് വന്നിട്ട്, ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ അവർ ഇങ്ങനെ പുറത്ത് നിന്നാൽ പോലീസ് പിടിക്കുന്ന പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവർ കൂട്ടിക്കൊണ്ട്, സത്യം പറഞ്ഞാൽ അവർ നല്ല മനസ്സുള്ള മനുഷ്യന്മാരാണ്, അവിടെ ഇങ്ങനെ നിൽക്കണ്ട, ആരെങ്കിലും കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഞങ്ങളെ അവരുടെ കോളനിയിലേക്ക് കൊണ്ടുപോയതായിരുന്നു. ഈ കോളനി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വീടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇന്ന് എനിക്കറിയില്ല ആ പ്രദേശം എവിടെയാണ് ചെന്നൈയിൽ നിന്നും പോലും. ആ അർദ്ധരാത്രി ഞാൻ അവരുടെ കൂടെ പോയപ്പം അവരിൽ ഒരാൾ ചോദിക്കുകയാണ്, ഇന്ന് നമുക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ, ഇവരെ കൊണ്ടുപോകാൻ പറ്റുമോ, ഇന്ന് അവിടെ ചടങ്ങ് നടക്കല്ലേ എന്ന്. അപ്പം മൂത്ത ആൾ പറയും, കുഴപ്പമില്ല, അങ്ങോട്ട് കൊണ്ടുപോകണ്ട, നമുക്ക് പക്കത്തെ വീട്ടിലാക്കാന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു വീട്ടിലാക്കി. എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഇന്നത്തെ പുലർച്ചെ വരെ നിങ്ങൾ പുറത്തിറങ്ങരുത്, എന്ത് ശബ്ദം കേട്ടാലും, എന്ത് അലർച്ച. അതൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും പേടിച്ചു, ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ റഫീഖിനാണെങ്കിൽ ഭയങ്കര ഷിവറിങ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോഴാണ് അവരെന്നോട് പറയുന്നത്, ഇന്ന് ദായമക്കൈ നടക്കുക. അന്ന് ഈ ദായമക്കൈ എന്ന് പറഞ്ഞ വേർഡ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് എന്താന്ന് പോലും, അത് ഈ ഒരു 10-20 വർഷത്തിന് ശേഷമാണ് ഞാൻ റിസർച്ച് ചെയ്തിട്ട് ദായമക്കൈ എന്താന്നൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ആണ് പൊമ്പിളയാവുന്ന ചടങ്ങാണ്, അപ്പോൾ അത് ഭയങ്കര പ്രശ്നമുള്ള ചടങ്ങാണ്, നിങ്ങൾക്ക് പൈത്യം വരും, ഭ്രാന്ത് വരും അത് കണ്ടാൽ, അതുകൊണ്ട് യാതൊരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്നൊക്കെ ചട്ടം കെട്ടിയിട്ടാണ് ഇത് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ വീടിൻ്റെ പുറകിൽ ആരോ ഇങ്ങനെ വലിയ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ കൊത്തുന്ന ശബ്ദം കേൾക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ കൊത്തുന്നത്. അപ്പോൾ നമ്മുടെ ഓലക്കീർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ 4-5 വലിയ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ചേർന്നിട്ട് പെട്രോൾ മാക്സ് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് വലിയ കുഴി വെട്ട ഒരു വലിയ ഖബർ ഒരുക്കാണ്. ഖബർ എന്ന് തന്നെ പറയാം നമുക്ക്, വലിയ 6 അടി നീളത്തിലുള്ള കുഴി ഇങ്ങനെ വെട്ടുക. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഇത് എന്തിനാ, നമ്മളെ കുഴിച്ചിടാനാണോ, വേറെന്താണ് സംഭവിക്കുന്നത്, സംതിങ് ഫിഷ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ള ആ ഒരു ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നിശബ്ദത, ഒന്നും കേൾക്കാനില്ല. അപ്പോൾ ഈ നിശബ്ദതയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന സംഭവം. പിന്നെ അത് കേട്ട് റഫീഖ് ക്ഷീണിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി, ഒരു വീട് കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ്, അടുത്ത വീട്, അങ്ങനെ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയ സമയത്താണ് ഈ ഒരു ചടങ്ങിൻ്റെ കുറച്ച് ഗ്ലിംസസ് ആണ് കണ്ടത്. ഞാൻ പൂർണ്ണമായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ ഒരു സ്ത്രീ ഇരുന്നിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ തിളപ്പിക്കുന്നുണ്ട് ഒരടുപ്പിൽ, ഒരു സ്ത്രീ പാല് തിളപ്പിക്കുന്നുണ്ട്, ഒരാൾ കത്തി ഇങ്ങനെ പഴുപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചെല്ലുന്നുണ്ട്. ഒരു പൂർണ്ണ നഗ്നനായിട്ടുള്ള ഒരു പുരുഷൻ, ശരീരത്തിലുള്ള ഒരു രോമം പോലും അടിക്കാതെ മൊത്തമായിട്ടും രോമാവൃതനായിട്ടുള്ള ഒരു പുരുഷനെ കൊണ്ടുപോയിട്ട്, മുടി നീണ്ടിട്ടുണ്ട് അയാളുടെ, അവരിങ്ങനെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഒരു പെണ്ണിങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ മുട്ടുകാലി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടത്തുന്നുണ്ട്. അത് കിടത്തിയിട്ട് അവരുടെ കൈ 2 പുറകോട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു മന്ത്രം, സന്തോഷി മാത എന്നുള്ള ഒരു മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് അവരുടെ കെട്ടിയിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ കിടത്തിയിട്ട് എന്തോ ഒരു മന്ത്രം ചൊല്ലിയ സമയത്ത് കാല് 2 ഇങ്ങനെ പിടിച്ചിട്ട് ആ തിളച്ച വെളിച്ചെണ്ണ എടുത്ത് അവരുടെ ഭയങ്കരമായിട്ട് അവർ പെടൽ ആർത്ത് കരയും. അപ്പോൾ അവർ വാഴിനെ മുറുക്കി പൊത്തിപ്പിടിക്കും. ആ സമയത്ത് തന്നെ ലിംഗത്തിന്റെ ഭാഗം ക്കുന്ന സമയത്ത് ബ്ലഡ് നിറയെ ബ്ലഡ്, ആ ബ്ലഡ് ഈ മുറിക്കപ്പെട്ട ആളുടെ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. ഇതാണ് ഇതിന്റെ അറ്റവും മൂലയും മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഈ ചടങ്ങ്. അപ്പൊ അതിന്റെ ഈ ഒരു കുഴി വെട്ടിയതും സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് കണക്റ്റഡ്. അതായത് ഈ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ്
ആ ആളെ നമ്മുടെ ഈ ഖബറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കും. എൻ്റെ കഥാപാത്രത്തിൽ ഇത് രാഗരഞ്ജിനി എന്നാണ്. ആക്ച്വലി ഇന്ന് രാഗരഞ്ജിനിയോട് വരുന്നുണ്ട്. അവരുടെ പേരാണിട്ടത്, അവരല്ല ഇത് ചെയ്തിട്ടുള്ളത്. രാഗരഞ്ജിനി എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അവരെനിക്ക് കുറേ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ഡെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ പേരാണ് ഹീറോയിൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് പറയും, ഇത് നിനക്കുള്ള ഖബറാണ്, ഇത് നിനക്കുള്ള ഖബറാണ്, നിനക്കുള്ള ഖബറാണ്, നീ നോക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് സ്വന്തം ഖബറ് കാണിച്ചിട്ട് അതിലേക്ക് 3 പിടി മണ്ണിടാൻ പറയും. എന്നിട്ട് പറയും, ഇനി 10 നിമിഷത്തിനുള്ളിൽ നീ 99.99% മരണം സുനിശ്ചിതമാണ് ഈ ചടങ്ങ് ചെയ്തു കഴിഞ്ഞാൽ. അങ്ങനെ അവരെ ഖബറ് കൊണ്ട് കാണിക്കാണ്, നിനക്ക് കിടക്കാനുള്ള ഖബറാണിത്, ആദ്യത്തെ പിടി മണ്ണ് നീ തന്നെ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചിട്ട് ഇപ്പം വേണമെങ്കിലും നിനക്ക് തിരിച്ചു പോകാം, നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് ആണായി ജീവിക്കണമെങ്കിൽ നിനക്ക് ആണായി ജീവിക്കാം, ഇനി അതല്ല നിനക്ക് മരിച്ച ശേഷം പെണ്ണാവണമെന്നുണ്ടെങ്കിൽ നീ ഈ ചടങ്ങിന് വന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് അവർ മരിക്കുകയാണെങ്കിൽ ഈ കുഴിയിലിട്ട് മൂടും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഖബർ കുഴിക്കുന്നത്. പിന്നെ അഥവാ ഇനി അവർ സർവൈവ് ചെയ്യുകയാണെങ്കിൽ മുഹൂർത്തത്തെ ലിംഗം ഉണ്ടല്ലോ അതിങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ മനസ്സിൽ അന്ന് മുതൽക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു ഹോണ്ടിങ് മെമ്മറി ആയിട്ട്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് എഴുതാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല, ഞാൻ നോർത്ത് ഇന്ത്യൻ യാത്രകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ പാലക്കാട്, മംഗലാപുരം ഈ ഒരു ബോർഡറിൻ്റെ ഉള്ളിൽ ട്രെയിനുകളിൽ നമുക്ക് ഈ ഹിജടകളെ കാണാൻ പറ്റില്ല, ബെഗ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ ബോർഡർ അങ്ങ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അവരിലൂടെ ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഞാൻ മുംബൈ, ഡൽഹി, ഗുജറാത്ത്, രാജസ്ഥാൻ ഈ പ്രദേശങ്ങളിലെ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചൊരു പഠനം നടത്തിയ സമയത്ത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കുറേ റെവലേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. 2 തലത്തിൽ. നമ്മളിപ്പോൾ പറയുന്ന നോർമൽ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, 1-ാം ലിംഗം, 2-ാം ലിംഗം, 3-ാം ലിംഗക്കാരാണല്ലോ. ഈ 1ഉം 2ഉം ലിംഗക്കാർക്കിടയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ നന്മയും, എല്ലാ തിന്മയും ഇവരിലും ഉണ്ട്. ഇവരിൽ ഒരു വിഭാഗം ആൾക്കാരെന്ന് വെച്ചാൽ വിധിയുടെ ആ ഒരു ക്രൂരതയ്ക്ക് മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ 10-ാം വയസ്സിലും 12-ാം വയസ്സിലും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, വിദ്യാഭ്യാസമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ആരും ജോലി കൊടുക്കില്ല. അങ്ങനെയുള്ളവർ തെരുവിലെത്തുന്നു, സെക്സ് വർക്കിലേക്ക് ഇറങ്ങുന്നു, അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വിഭാഗം ആൾക്കാർ. മറ്റു വിഭാഗം ആൾക്കാരെന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ്സായി എടുത്തിട്ട് കോടികളുടെ ആസ്തിയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് തമിഴ്നാട്ടിലുണ്ട്. സ്വർണവും രത്നവും വൈഡൂര്യങ്ങളും നിധിശേഖരങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ്. കാരണം അവരെന്ന് വെച്ചാൽ ഒരു നായ്ക്കുണ്ടാവും, അവരുടെ താഴെ ഒരു ഗുരു ഉണ്ടാവും, അവർക്ക് കുറേ ചേലകൾ ഉണ്ടാവും. ഈ ഒരു ഹൈറാർക്കി സിസ്റ്റം, ഒരു ആൾ ബെഗ് ചെയ്തിട്ട് ഒരു ദിവസം 5000 രൂപ മുതൽ 10000 രൂപ വരെ അവിടെ കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ടോർച്ചറിങ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഒരു വലിയ ലൂപ്പിലേക്കാണ് ഞാൻ ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ലോകം വലിയൊരു ലോകമാണ്. ആ ലോകത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ കഥകളുടെ ഒരു സാഗരം തന്നെ കണ്ടെത്താൻ പറ്റിയേക്കാണ്. അങ്ങനെയാണ് ഞാനിത് എഴുതി തുടങ്ങിയത്. പിന്നെ റീസെൻ്റ്ലി ഇത് രാജസ്ഥാനിൽ പോയ സമയത്ത് ഒരു ഹിജഡ ട്രെയിനിൽ ബെഗ് ചെയ്യാൻ വന്നു. അപ്പോൾ ബെഗ് ചെയ്ത സമയത്ത് കുറേ ചെക്കന്മാർ ചെന്നിട്ട് അവരെ കളിയാക്കി, എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവർ ഹിന്ദിയിലാണ് പറയുന്നത്, മസാഖ് ഉഡാന ഹെ തോ ഉഡാവോ, അതായത് നിങ്ങൾക്ക് കളിയാക്കണമെങ്കിൽ കളിയാക്കിക്കോളൂ, കല്ലെറിയണമെങ്കിൽ കല്ലെറിഞ്ഞോളൂ. കാരണം ഈ ജന്മത്തിൽ ഇങ്ങനെ ആയി പോയില്ലേ, ഞാൻ ഈ ജന്മത്തിൽ ഇങ്ങനെയാണ് ജനിച്ചത്, പക്ഷേ ഇനിയൊരു ജന്മം വരാനുണ്ട്, ആ ജന്മത്തിൽ നിങ്ങൾ ആരാവുമെന്ന് ആർക്കറിയാം. ആ ഒരു വേർഡ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതിന്നാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് വേർഡ് ഈ പുസ്തകത്തിന് ഞാൻ എഴുതുന്നത്. കാരണം ആർക്കും എവിടെയും ആരുടെ വീട്ടിലും ഇതിൽ തന്നെ ഇവള് പറയുന്നുണ്ട്, ഇതിലെ കഥാപാത്രമായ സൽത്തനജ് പറയുന്നുണ്ട്, അടുത്ത ജന്മത്തിൽ എന്നെ കളിയാക്കിയവരുടെ വീടുകളിലൊക്കെയും ഞാൻ പിറക്കട്ടെ, അവരുടെയൊക്കെ കുഞ്ഞായി, അവരുടെയൊക്കെ അനിയനായി, അവരുടെയൊക്കെ മകനായി, മകളായി ഞാൻ വീണ്ടും വീണ്ടും പിറക്കട്ടെ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം എന്താണെന്ന്. അപ്പോൾ ഈ പുസ്തകം ഞാനിതിൻ്റെ 1 ലൈൻ പറഞ്ഞ സമയത്ത് തന്നെ പ്രൊഡ്യൂസർ ഇത് ഇഷ്ടപ്പെടുകയും അപ്പം തന്നെ ഇത് സിനിമ ആവാനുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യുകയും ചെയ്തു. തമിഴിലേക്കാണ് ഈ സിനിമ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്, ചിലപ്പോൾ മലയാളത്തിലും വന്നേക്കാം. അപ്പോൾ ഏതായാലും സിനിമ ആക്കിയാലും പുസ്തകമാക്കിയാലും നിങ്ങളിത് വായിക്കുക. കാരണം ഇത് നിങ്ങൾക്കൊരു ഐ ഓപ്പണർ ആയിരിക്കും. നമ്മൾ ഈ കാണുന്ന കളിയും ചിരിയും കൈകൊട്ടും തമാശയൊന്നുമല്ല, അവരുടെ ലൈഫ്, അവരുടെ ഇന്നർ ലൈഫിലേക്കാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. നമ്മൾ സിനിമകളിൽ കാണുന്ന കളിയാക്കലുകളോ പിന്നെ മീംസോ ട്രോൾസോ ഒന്നുമല്ല അവരുടെ ജീവിതം. അതിനപ്പുറത്തേക്കൊരു ലൈഫുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൽ കാണാൻ പറ്റും.